ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു നാടൻ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ കോംബോ റെസിപ്പിയാണ്. നിങ്ങൾ നാടൻ ടേസ്റ്റും ഫുഡും എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും, കുട്ടികൾക്കും വലിയ ആൾക്കും എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു കോമ്പിനേഷൻ റെസിപ്പിയാണ്. പാൽ വട്ടപ്പത്തിരിയും പിന്നെ ബീഫ് പെരട്ടുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് പാൽവട്ടപ്പത്തിരിൻ്റെ റെസിപ്പി നോക്കാം. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ നമുക്ക് ഏത് കറിൻ്റെ ഒപ്പരം അടിപൊളിയായിട്ട് പോകട്ടാം. ഇതിലേക്ക് വേണ്ടിയിട്ട് അരിപ്പൊടി വേണം. ഒന്നുകിൽ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന അരിപ്പൊടി എടുക്കുക, അതല്ലെങ്കിൽ വാട്ടി കുഴച്ചെടുക്കുന്ന നല്ല തിളച്ച വെള്ളത്തിലിട്ട് വാട്ടി കുഴച്ചെടുക്കുന്ന അരിപ്പൊടി എടുക്കുക. ഞാനിപ്പോൾ നോർമൽ നമ്മൾ കണ്ണൂർ ഭാഗത്ത് ഒറോട്ടിയും പത്തിരിയെല്ലാം ഉണ്ടാക്കുന്ന പച്ചവെള്ളത്തിൽ കുഴക്കാൻ പറ്റുന്ന അരിപ്പൊടി എടുത്തിന് 3 കപ്പ് അരിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടി എടുത്തിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നോർമൽ പച്ചവെള്ളത്തിൽ കുഴക്കാൻ പറ്റുന്നതായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഏകദേശം 3 കപ്പോളം 2.25 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കുന്നുണ്ട്. അഥവാ നിങ്ങൾ മലപ്പുറം സ്റ്റൈൽ നൈസ് പത്തിരിയെല്ലാം ഉണ്ടാക്കുന്ന പച്ചരിപ്പൊടിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ വെള്ളം നല്ലോണം ഒന്ന് തിളപ്പിക്കുക. 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ എടുത്തിട്ട് വെള്ളം നല്ലോണം തിളപ്പിച്ചിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അരിപ്പൊടി ഇട്ടിട്ട് ഓഫ് ചെയ്യുക. എന്നിട്ട് ഒന്ന് ചൂടാറുമ്പോൾ കുഴച്ചെടുക്കുക. ഇതേപോലെ തന്നെ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ. അപ്പോൾ ഏത് ടൈപ്പിലുള്ള അരിപ്പൊടി യൂസ് ചെയ്തിട്ടും ഇത് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ നോർമൽ പച്ചവെള്ളത്തിൽ കുഴക്കുന്ന അരിപ്പൊടി ഇപ്പോൾ എല്ലാ മാർക്കറ്റിലും അവൈലബിളാണ്. കുറേ ആൾക്കാർ ചോദിക്കലുണ്ടായിരുന്ന വാങ്ങി നിന്നെല്ലാം ഇടിയപ്പം എല്ലാം ഉണ്ടാക്കുന്ന പച്ചവെള്ളത്തിൽ ഇടിയപ്പം കുഴച്ചുണ്ടാക്കുന്ന പൊടിയെല്ലാം എല്ലാവരുടെയും വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതാ ഈ ഒരു കണ്ടീഷനിൽ വേണം കേട്ടോ കുഴക്കാൻ. നമ്മൾ ഇതിങ്ങനെ ഉരുട്ടി പരത്തിയെടുക്കുമ്പോൾ സൈഡിൽ ക്രാക്സ് ഒന്നും വീഴാണ്ട് സ്മൂത്തായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ. ഇനിയിപ്പോൾ ഇത് ചുടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു തവ വെച്ചതിന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കുക. എന്നിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുത്തിട്ട് നമ്മളെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തുക. നമ്മളെ കൈ വള്ളൻ്റെ അത്രയും റൗണ്ട് മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ. ചെറിയ ചെറിയ വട്ടപ്പത്തിരി വേണ്ടിട്ട് ഉണ്ടാക്കാൻ. പിന്നെ നന്നേ നൈസാക്കേണ്ട, ഒരു മീഡിയം തിക്നെസ്സിൽ ചുട്ടെടുക്കുക. ഞാൻ ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവില്ലേ അത്രയും കട്ടിയിൽ. പിന്നെ ഭയങ്കര കട്ടിയായാൽ അതിൻ്റെ ഉള്ളിൽ വേവാനെല്ലാം കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ഒരു മീഡിയം കനത്തിൽ ചുട്ടെടുക്കുക. പിന്നെ ഇതിൻ്റെ സൈസാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. വലിയ സൈസിൽ ചുട്ടാൽ കാണാൻ വലിയ രസം ഉണ്ടാവില്ല. ചുട്ടാൽ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇത് സെർവ് ചെയ്യുമ്പോൾ പ്ലേറ്റ് ചെയ്യുമ്പോൾ എല്ലാം നല്ല കാണാനും നല്ല രസത്തിനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും ഈ ഒരു സൈസിലാക്കിയാലായിരിക്കും. അപ്പോൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞി ആക്കിയിട്ട് ചുട്ടെടുക്കാൻ നോക്കുക. ഇങ്ങനെ കുറച്ച് വലിയ തവയിലും വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ. തീ നന്നായി കൂട്ടി വെക്കണ്ട. കാര്യം നമ്മൾ കുറച്ച് കട്ടിക്കല്ലേ ഇത് പരത്തിയെടുത്തത്. അതുകൊണ്ട് ഉള്ളെല്ലാം വേവാനുള്ള അത്രയും ടൈം വേണം. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ചുട്ടെടുക്കുക. ഒരു സൈഡ് ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ തിരിച്ചിടുക. പിന്നെ ഓയിലില്ലേ, ഇതിലേക്ക് തവയിലേക്ക് ഓയിലാക്കി കൊടുക്കണമെന്നൊന്നുമില്ല. നമ്മളിത് പരത്തുമ്പോൾ കയ്യിൽ ഓയിലാക്കുന്നുണ്ടല്ലോ, വെളിച്ചെണ്ണയോ ഓയിലോ യൂസ് ആക്കുക. അപ്പോൾ ആ ഓയിൽ മാത്രം മതി കേട്ടോ. ഇതുപോലെ മെല്ലെ കളറെല്ലാം ചേഞ്ച് ആവാൻ വേണ്ടി തുടങ്ങും. 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുമ്പോൾ തന്നെ കളറ് ചേഞ്ച് ആവാൻ തുടങ്ങും. ഒരു 1-2 മിനിറ്റ് വെച്ചിട്ട് മാത്രമേ തിരിച്ചു മറിച്ച് വിടാവൂ കേട്ടോ. പെട്ടെന്ന് അങ്ങനെ എടുക്കേണ്ട. അപ്പോൾ ഫസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കുക ഉള്ളെല്ലാം കുക്കായിനോന്ന്. എന്നിട്ട് നമുക്ക് ഞാനിങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ഓപ്പൺ ആക്കിയതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് മൊത്തത്തിൽ ചുട്ടെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒരു സൈഡ് വെക്കുക. എന്നിട്ട് മാത്രമേ തിരിച്ചിടേണ്ട ആവശ്യമുള്ളൂ. എന്താ പറയുക, ഇതേപോലെ ലൈറ്റായിട്ടൊരു യെല്ലോയിഷ് കളറെല്ലാം ആവും. ആ ഒരു സമയത്ത് ഇതെടുത്ത് മാറ്റാം. നല്ലോണം വെന്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു 2-3 ട്രിപ്പിൽ ഇടാനുള്ളതുണ്ടാവും. നമ്മൾ എടുത്തിട്ടുള്ള 3 കപ്പ് അരിപ്പൊടിക്ക്. ഇനിയിപ്പോൾ വേണ്ട മൊത്തത്തിൽ ചുട്ട് കഴിഞ്ഞാൽ കാസറോളിൽ വെക്കുക. ചൂടാറുന്നതിന് മുന്നേ നമുക്കിത് പാലിലിട്ടിട്ട് സെർവ് ചെയ്യണം. അപ്പോൾ ഇത് ചൂടോടെ സെർവ് ചെയ്യുന്ന ഏറ്റവും നല്ല. അപ്പോൾ ഞാൻ കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ, ഒരു 2 കപ്പോളം കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒന്ന് വറവിടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് നെയ്യ് തന്നെ യൂസ് ആക്കണം. എന്നിട്ട് ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വറവിട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പണ്ട് കാലത്തെല്ലാം നമ്മൾ കണ്ണൂർ സ്റ്റൈൽ ഒറോട്ടിയെല്ലാം ഇതേപോലെയാണ് സെർവ് ചെയ്യുക. തേങ്ങാപ്പാലും നെയ്യിലും മുക്കിയിട്ടാണ് സെർവ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു വേറെ വേർഷൻ അത്രയേ ഉള്ളൂ.
അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കുഴിയുള്ള പാത്രത്തിൽ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വെച്ചിന്. എന്നിട്ട് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചൂടൊന്നും ഇല്ല കേട്ടോ, നോർമൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷേങ്കിൽ നമ്മൾ വട്ടപ്പത്തിരി നല്ല ചൂടോടെ വേണം തേങ്ങാപ്പാൽ ഒഴിക്കാൻ. എന്നിട്ട് ഇതേപോലെ വറവിട്ടിട്ട് സെർവ് ചെയ്യുക. ഇത് നമ്മൾ കഴിക്കാൻ നോക്കുന്ന സമയത്ത് ചൂടോടെ ഉണ്ടാക്കുന്നതും സെർവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല. അപ്പം അടിപൊളി ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ്. എന്താ പറയുക, കുട്ടികൾക്കെല്ലാം കൊടുക്കാനും വലിയ ആൾക്കാരും ഗസ്റ്റ് വരുമ്പോഴെല്ലാം ഇതുപോലെ സെർവ് ചെയ്ത് വെക്കാനും അടിപൊളിയാണ്. അപ്പോൾ ഇതിന് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് ഞാൻ ബീഫ് പെരട്ടാണ്, അല്ലെങ്കിൽ ബീഫ് പെരളൻ അങ്ങനെയെല്ലാം വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ബീഫ് എടുത്തിന്. ബീഫ് എപ്പോഴും നല്ല ഫ്രഷും പിന്നെ കുറച്ച് ഫാറ്റും എല്ലാം ബീഫ് എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ 1/2 കിലോ ബീഫിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും ഇത്രയും പൗഡേഴ്സ് ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഈ ബീഫ് ആദ്യം കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ ഞാനിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നൊന്നുമില്ല, അപ്പോഴേ ഇത് കുക്കറിലേക്ക് മാറ്റാൻ വേണ്ടി പോകല. കുക്കറിൽ ഞാൻ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ബീഫ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ തന്നെ വേവിച്ചാൽ മതി. അടുക്കി പിടിക്കുന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ അടുക്കി പിടിച്ചാലോ എന്നുള്ളതുകൊണ്ട് കുറച്ച് മാത്രം ആ പാത്രത്തിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് ഇത് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 6 വിസിലാക്കുന്നുണ്ട്. നിങ്ങളെടുക്കുന്ന ബീഫിൻ്റെ വേവ് പോലെ നിങ്ങൾ വേവിച്ചെടുത്താൽ മതി കേട്ടോ. ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു മസാല റെഡിയാക്കാം. 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂണിലും കുറച്ച് കുറവായിട്ട് വലിയ ജീരകയില്ലേ, പെരുംജീരകം, അതും എടുത്തതിന്. എന്നിട്ട് ഇത് ഒന്ന് 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുക. അതിന് നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇടുമ്പോൾ തീ നല്ലോണം കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. പിന്നെ നമ്മൾ നേരത്തെ മുളക് പൊടി ഇട്ടിന്, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണും കൂടി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കുക. പൊടികളിട്ട് കഴിഞ്ഞാൽ പിന്നെ തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് വറുത്ത് അതിൻ്റെ കളർ ചെറുങ്ങനെ ചേഞ്ച് ആവില്ലേ, നല്ലൊരു സ്മെല്ല്, നല്ലൊരു സ്മെല്ലെല്ലാം വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ഞാൻ മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. കാര്യം നമ്മൾ ആദ്യമായിട്ട് കുരുമുളകും പെരുംജീരകമെല്ലാം ഒന്ന് പൊടിക്കണമല്ലോ. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഒക്കെ തന്നെ ഇത് പൊടിക്കുന്നതിന് മുന്നേ തന്നെ 1-2 കാര്യങ്ങളും കൂടി ഇടാനുണ്ട്. ഞാൻ ആ സെയിം പാനിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 കൈപ്പിടി നിറയെ ചെറിയുള്ളി എടുത്തിന്. ഇതിപ്പോൾ ഒരു 8-10 ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഗ്രേവി ആവശ്യത്തിനുള്ള അത്രയും ചെറിയുള്ളി എടുക്കാം കേട്ടോ, ഇല്ലൊന്നും കറിയായിട്ട് കണക്കൊന്നും നോക്കാനില്ല. എന്നിട്ട് ഇത് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാര്യം നമ്മൾ അതിൻ്റെ ഒക്കെ ഇട്ട് അരക്കാൻ പോലെ. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി, അത് ഞാൻ വലിയ പീസാക്കിയിട്ടാണ് എടുത്തത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് വാട്ടിയെടുക്കുക. ഇതിലിപ്പോൾ ഞാൻ കാര്യമായിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയൊന്നും ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് ചെറിയൊരു പീസ് ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളിയും വേണമെങ്കിൽ ആഡ് ആക്കാം കേട്ടോ. അപ്പോൾ അത് വെളിച്ചെണ്ണയിൽ ഒന്ന് നല്ലോണം മൂപ്പിച്ചെടുത്തിട്ട് ഞാൻ ഈ സെയിം മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ ഇട്ട് വെക്കല. ഇനി ഇതിപ്പോൾ ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് അരച്ചെടുക്കാം. ഇതിൽ വേണമെങ്കിൽ അരക്കുന്ന സമയത്ത് വെള്ളം ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ബീഫ് ഞാൻ പറഞ്ഞ പോലെ ഞാൻ മീഡിയം ഫ്ലെയിമിൽ 6 വിസിലാക്കി എടുത്തിട്ട് ഇതിപ്പോൾ കറക്റ്റ് കുക്കായിട്ടുണ്ട് കേട്ടോ, വെന്തുടഞ്ഞു പോകണ്ട. ഇനിയിപ്പോൾ ഇതാ നമ്മൾ അരപ്പും റെഡിയായി. ഇനി ഇത് നല്ലോണം നമുക്ക് ബീഫും അരപ്പും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കുക. എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കിയ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. ആ അരപ്പിൻ്റെ മിക്സിൻ്റെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനിതാ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിന് കേട്ടോ. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഈ ഒരു അരപ്പിൽ കിടന്നിട്ട് വേണം ബീഫ് നമ്മൾ നല്ലോണം വരട്ടിയെടുക്കാൻ. ഈ അരപ്പ് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫിലേക്ക് ഇട്ട് കൊടുത്തേന്. എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിൽ ബീഫ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആഡാക്കി കൊടുക്കണം കേട്ടോ. ഞാൻ ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ടാണ് വീഡിയോയിൽ മിസ്സായതാണ്. കാര്യം നമ്മൾ ബീഫിലല്ലേ ഉപ്പിട്ടിട്ടുള്ളൂ, അരപ്പിലൊന്നും ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഇങ്ങനെ തിളച്ച് വരുമല്ലോ, ആ സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ വേണം, കാര്യം അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. അങ്ങനെ ഞാൻ ഇടയ്ക്കിടെ ഒന്ന് തുറന്ന് ഇളക്കിയെല്ലാം കൊടുത്ത്
അങ്ങനെ ഇതിപ്പോൾ കുറച്ച് വറ്റി വന്നേനെ. നമ്മളില്ലേ ഇത് പെട്ടെന്ന് ഓഫ് ചെയ്തെടുക്കാൻ പാടില്ല. ഇതേപോലെ കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. പിന്നെ എടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കുക, ഒന്ന് വരട്ടി എടുക്കണം. എന്നാലേ ഇതിൻ്റെ കളറെല്ലാം ഒന്ന് ഡാർക്കായി വരും. ആദ്യം നമ്മൾ ഒഴിക്കുന്ന സമയത്ത് നല്ല യെല്ലോ കളറല്ലേനാ, അപ്പോൾ അതെല്ലാം ഒന്ന് മാറി കുറച്ച് ഡാർക്കായി നമ്മൾ ഇത് വരട്ടിയെടുക്കും തോറും ഇതിൻ്റെ കളറും നല്ല ഡാർക്കായി വരും കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ, നല്ല ഡ്രൈ ആയിട്ട് വേണ്ടെങ്കിൽ ഇതിനേക്കാളും വരട്ടിയെടുക്കുക. ഞാനിതാ ഈ ഒരു സ്റ്റേജിൽ നിർത്തുന്നതാണ് കേട്ടോ. ഞാനൊരു 10-15 മിനിറ്റ് അതേപോലെ ഒന്ന് ഇളക്കി വരട്ടിയെടുത്തിട്ടുള്ളതാ. നല്ല ഓയിലെല്ലാം തെളിഞ്ഞ് വരും. ആ സമയത്ത് മാത്രം എടുത്താൽ മതി. പെട്ടെന്ന് അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാറ്. അപ്പോൾ നമ്മൾ അടിപൊളി നല്ല ടേസ്റ്റുള്ള നല്ല ഇതിൻ്റെ ആ ഒരു ഗ്രേവി തന്നെ, ആ ഒരു അരപ്പ് തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബീഫ് പെരട്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും സൂപ്പർ കോമ്പിനേഷനാണ്. പിന്നെ ഈ ഒരു ബീഫ് പെരട്ടിൽ ചപ്പാത്തിക്കും പൂരിക്കും റൊട്ടിക്കും എല്ലാത്തിൻ്റെ ഒക്കെയും ചോറിൻ്റെ ഒക്കെ വരെ അടിപൊളിയായിട്ട് പോവും. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് രണ്ടും ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നല്ല നാടൻ ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ പാൽവട്ടപ്പത്തിരി അറിയാത്തവരും ട്രൈ ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലത്തെ കോംബോ റെസിപ്പീസ് എല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല ഫീഡ്ബാക്കും നല്ല റെസ്പോൺസും തരലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതും ഉണ്ടാക്കി നോക്കിയിട്ട് പറയാം എനിക്കിഷ്ടമാവും. ഇൻഷാ അല്ലാ ഇനിയും പുതിയ റെസിപ്പീസും വ്ളോഗ്സെല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു. ബൈ.